നിങ്ങളൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നൊരു സാധനമാണിത്. സെലേറിയോ KL18 വടകര രജിസ്ട്രേഷനാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂർ വന്ന് കിടക്കാണല്ലോ. ചില ഷോറൂമിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഇന്ന കമ്മീഷൻ കൂടി കൂട്ടിയിട്ടുള്ള വിലയല്ല അത്. നിങ്ങൾ ഈ പറഞ്ഞ ഷോറൂമിലൊക്കെ പിന്നെ OLX പിന്നെ ഏതാ വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവരൊക്കെ അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചോ, അതിലൊക്കെ കുറഞ്ഞ വിലയായിരിക്കും നമ്മളെ വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ വില ഞാൻ അറിഞ്ഞിട്ടല്ലാതെ പറയുന്നത്. എന്റെ കമ്മീഷൻ കൂട്ടിയില്ല വളരെ കമന്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ചാലഞ്ചിങ് ആണത്. ഓക്കെ, നിങ്ങൾ നോക്കോ. ഇപ്പൊ ഇവിടുത്തെ OLX എടുത്ത് നോക്കാം. വണ്ടികളെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു 40,000-30,000 രൂപ കൂടുതലാണ് OLX-ലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ വിട്ടുണ്ടോ? ഒന്ന് ലൈക്ക് അടിക്കാം. പണ്ടൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടാല്, ഒരു 4 വർഷമൊക്കെ മുന്നേ വീഡിയോ ഇട്ടാല് 5 മിനിറ്റ് കൊണ്ട് 100 ലൈക്കൊക്കെ കിട്ടുക. ഇപ്പൊ കിട്ടുന്ന വെച്ചാല് 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 30 ലൈക്കൊക്കെ ഉണ്ടാവും അവസ്ഥ. ഓക്കെ, ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക എല്ലാവരും. നമ്മള് ബ്രോസ്കാസ് തുടങ്ങിയ സമയത്ത് ഈ ഷോറൂം അല്ലാണ്ട് ആദ്യം ബ്രോസ്കാസ് എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഹൈവേ സൈഡില്. അവിടെ ഫസ്റ്റ് നമ്മളാണ് വീഡിയോ എടുത്തത് അല്ലേ, ടീംടെക്കാണ്. അപ്പൊ അന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്വിഫ്റ്റിന്റെ ഒരു ചാകരയായിരുന്നു. സ്വിഫ്റ്റ് ഇങ്ങനെ നേരത്തെ ഇട്ടേക്കും. ഷോറൂമിൽ ഏത് ഭാഗത്ത് നോക്കിയാലും അത്രയും സ്വിഫ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും ബ്രോസ്കാസിൽ എത്തിയിരിക്കുകയാണ്. ഹുസൈൻ ക നമ്മുടെ കൂടെ ഉണ്ട്. ഹുസൈൻ കാ, സ്വാഗതം. നമസ്കാരം. ബ്രോസ്കാസിനെ പറ്റി ആദ്യം ലൊക്കേഷൻ പറഞ്ഞുതരാം. മമ്മിയൂരാണ്, ഗുരുവായൂരിന്റെ അടുത്ത് മമ്മിയൂര്, കുന്നംകുളം റൂട്ടില് ലിറ്റിൽ ഫ്ലവർ കോളേജ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം വരും. രാജ ഇന്ത്യൻ ഓയിൽ പമ്പ് അതിന്റെ സൈഡിൽ അല്ലേ? അതെ. ഓക്കെ, ബ്രോസ്കാസ് ലൊക്കേഷൻ. പിന്നെ ഷോറൂമിനെ പറ്റി അറിയാത്തവർക്ക്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ധൈര്യമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? എന്താണോ വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കില്ല. നിലവിലുള്ള കറക്റ്റ് തന്നെ പറഞ്ഞ് കൊടുക്കും അല്ലേ? ആ ഒരു ഉറപ്പ് നമുക്ക് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായി ചെയ്യുന്നതുകൊണ്ടാണ് 0 കംപ്ലൈൻറ്റ്സ് ആണ് ഇതുവരെ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, കമന്റ്സിൽ വില കൂടുതൽ പറയുന്നുണ്ട്. ക്വാളിറ്റിനെ പറ്റി ഒന്നുമല്ല, വില കൂടുതൽ ക്വാളിറ്റി വണ്ടി എടുക്കുമ്പോ കുറച്ച് വില കൂടുതൽ ഉണ്ടാവും. അല്ല, പർച്ചേസ് വരുന്നുണ്ടോ? പർച്ചേസ് ചെയ്യുമ്പോ ചില റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ റീപ്ലേസ് ഉള്ളത് എന്തെങ്കിലും ഉള്ളത് പറഞ്ഞിട്ട് കൊടുക്കും. റീപ്ലേസ് ഉള്ള വണ്ടികൾക്ക് ഒരു 4 ലക്ഷം രൂപ മാർക്കറ്റുള്ള വണ്ടികൾക്ക് നമ്മൾ 3.25 റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. കുറച്ച് കൊടുക്കും. അതിന് റീപ്ലേസ് മേജർ റീപ്ലേസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതിപ്പോ ഒരു ബോണറ്റും പറയുന്ന ഉള്ളിലേക്കുള്ള ചേസിമിലേക്ക് ബാധിക്കാനേ എടുക്കില്ല. ഈ മേജർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പൊ പിന്നെ ഇടിച്ച വണ്ടികളൊക്കെ എവിടെയാ പോയത്? ഇടിച്ച വണ്ടികളൊക്കെ മാർക്കറ്റിലുണ്ട്, ആ വിലക്ക് കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നേരം കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം, വന്ന് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇടിച്ച വണ്ടിയാണ് ഇടിക്കാത്ത വണ്ടിയാണ്. ആരെ വെച്ച് വേണം ഇപ്പൊ ചെക്ക് ചെയ്യുക. എത്ര ഇവാലുവേറ്റേഴ്സിന് നാട്ടിൽ കിട്ടാണ്ട്, എന്ത് മെഷീനറി വെച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഇടിച്ച വണ്ടിയൊക്കെ ആണെങ്കിൽ കൂളായിട്ട് മനസ്സിലാവും അല്ലേ? അപ്പൊ പിന്നെ ആ ചോദിക്കുന്നതിൽ കാര്യമില്ല. റീപ്ലേസ്മെന്റുള്ള വണ്ടികൾ എല്ലാം ഉണ്ടാവും, അതൊക്കെ. മേജറായിട്ട് ഇടിച്ച വണ്ടികളുണ്ടെങ്കിൽ അതും മാർക്കറ്റ് ഉണ്ടാവും. സാധാരണ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 5 ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിൽ ഇടിച്ച വണ്ടിയാണ് ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കുറച്ചിട്ടാണ് കൊടുക്കുക. ശരിയായ സ്ട്രക്ചർ ഡാമേജ് ഇതൊക്കെ സംഭവിച്ചാൽ 1-2 ലക്ഷം കുറച്ചിട്ടാണ് കൊടുക്കുക അല്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെക്ക് ചെയ്താലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. വേറെ കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ധൈര്യമായിട്ട് വരാം. ഓക്കെ, അപ്പൊ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു A4-ഉം ഒരു XC60 ഉണ്ട് അല്ലേ? ഓക്കെ, വോൾവോന്റെ A4 എന്ന് വെച്ചാൽ കേരള നമ്പർ ആയി കഴിഞ്ഞ ഒരു A4 ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, എന്തായാലും ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോയിലേക്ക് പോയല്ലോ. ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം നിസാന്റെ മാഗ്നൈറ്റ് ആണ്. KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടി. ഇത് CVT ഓട്ടോമാറ്റിക്കാ? അത് ഓട്ടോമാറ്റിക് ആണ്. CVT തന്നെയല്ലേ? MT അല്ല. ഓക്കെ, CVT ഓട്ടോമാറ്റിക് ആണ്. ഏതാ ഓപ്ഷൻ? ഇത് ഓപ്ഷന് 2021-22 വണ്ടി. ഓക്കെ, 70,000 കിലോമീറ്റർ ഓട്ടം. എക്സൽ ബട്ടർ സ്റ്റാർട്ട് വരുന്ന വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷെ ബട്ടർ സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ ടയർ നല്ല 4 ടയർ പുതിയതാണ്. ബലൂൺ ടയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയർ ചെയ്താണ്. ഫ്രണ്ടിൽ നല്ല ടയർസ് ഉണ്ട്. പുറകിൽ ആവറേജ് ആണ്, ഏകദേശം ഒരു 70% ഉണ്ടാവുള്ളൂ. പുറകിൽ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ക്ലെയിം ഉണ്ടാവും? ക്ലെയിം ഒന്നുമില്ല. കമ്പനി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. 70 സർവീസ് ഇപ്പൊ ഷോറൂമിൽ നിന്ന് ഓയിലും ഫിൽറ്ററൊക്കെ മാറിയിട്ട് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ഓക്കെ, ഇനി 80 ചെയ്താൽ മതി. അതായത് എക്സൽ മിഡിൽ ഓപ്ഷൻ, CVT ഓട്ടോമാറ്റിക് ആണ്, MT അല്ല. ഇത് ഇറങ്ങുന്ന ഒരു 12-12.5 ഏകദേശം അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ XV ആണെങ്കിൽ 13 സംതിങ് അടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമില്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. മൈലേജ് ഒരു
ലോങ്ങിലൊക്കെ 13 റേഞ്ചൊക്കെ കിട്ടുള്ളൂ. CVT ഓട്ടോമാറ്റിക് ആണ്. ലോങ്ങിലൊക്കെ അത്രേ കിട്ടുള്ളൂ. ടൗണിലൊക്കെ ആണെങ്കിൽ 11, 13 അതിൻ്റെ ഇടയിൽ പറയാം. എത്രയുണ്ട് ചോദ്യം? എത്ര ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു 5,75,000 രൂപ കൊടുക്കാം. 5,75 ലാസ്റ്റ് റേറ്റ് ആണ്. ഒരു അടിപൊളി കോമ്പാക്ട് SUV ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോകാം. കാല് ചവിട്ടി വേദനിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ലോങ് ഒക്കെ പോകുന്നവർക്കല്ലേ, കൂടുതൽ ട്രാഫിക്കിൽ കളിക്കുന്ന വണ്ടി ടർബോ ആണ്. 1 ലിറ്റർ ടർബോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 5 lakhs ഏകദേശം ഫുൾ ലോൺ കിട്ടും. 6 ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണ് ഞാനിപ്പോഴും പറയാണ്, ലോൺ ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ലോൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം കേട്ടോ, ലോൺ കിട്ടും. അത്രേ ഉള്ളൂ. അടുത്തത് ഹ്യുണ്ടാ എക്സ്റ്റർ. ഇതിനെ ഹാഷ് ബാക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വണ്ടിയാണ്. ഹ്യുണ്ടാ എക്സ്റ്റർ SUV അല്ല, ഹാഷ് ബാക്ക് അല്ല, അങ്ങനത്തെ ഒരു സെഗ്മെന്റാണ്. KL 54 രജിസ്ട്രേഷൻ വാഹനം. KL 54. അതെ, 25,000 രൂപ കൊടുത്തിട്ട് നമ്പർ 25,000 രൂപ കൊടുക്കി എടുത്ത നമ്പറാണ് 0054 54. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഇത് എക്സൽ ഓപ്ഷൻ അല്ല, SX ആണ്. സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ്സ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ. ഓൾമോസ്റ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല. സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, സൺറൂഫ് വരും, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. പിന്നെ 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് വരിക. ഐക്കോണിക് എഞ്ചിനാണ്. നേരത്തെ നമ്മൾ കണ്ടത് 1 ലിറ്റർ ടർബോ, ഇത് 1.2 എഞ്ചിനാണ്. പിന്നെ മൈലേജ് 11-15 വരെയൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ഇതിലെന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ആ ഒരു പമ്പർ ചെറിയൊരു പെയിന്റ് അടിക്കാണ്ട്, അത് ചെറുതാണ്. ആ സിൽവറിന് ടച്ച് ചെയ്യാൻ, സിൽവർ അല്ല, അത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? സിംഗിൾ ഓണർഷിപ്പ്. ഓണർ ഫസ്റ്റ് ഓണർ 2023 മോഡൽ SX പെട്രോൾ മാനുവൽ എക്സ്ട്രാ ആണ്. 9-ാം മാസം വരെ, ഈ വർഷം 9-ാം മാസം വരെ നിലവിൽ കമ്പനി വാറണ്ടിയിൽ എടുക്കുന്ന വണ്ടിയാണ്. വേണം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ധൈര്യത്തെ കൊണ്ടുപോകാം. വാറണ്ടി അതിൽ 30,000 രൂപയുടെ അവര് ഇത് ചെയ്തിട്ടുണ്ട്, വാറണ്ടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ള് സാധനങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സാധനം ആയാലും മാറ്റി കിട്ടും. കസ്റ്റം മാറ്റി, കാശ് കൊടുക്കണ്ട. ഓക്കെ, ഇത് ഇറങ്ങുന്ന സമയത്ത് ഈ മോഡലിൽ എനിക്ക് തോന്നുന്നു 12 അടുത്ത് വില. ഇപ്പൊ എത്ര ചോദ്യം എത്ര? നമുക്ക് ലാസ്റ്റ്, ഞാൻ ഈ വണ്ടികളൊക്കെ ലാസ്റ്റ് റേറ്റാ പറഞ്ഞല്ലോ. ഷോറൂം റേറ്റ് ഒന്നും കൂടി കൂടുതലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ലാസ്റ്റ് റേറ്റ് നമുക്ക് ലാസ്റ്റ് ഒരു 6,90 കൊടുക്കാം. 6,90,000 രൂപയ്ക്ക് ഈ ഒരു എക്സ്ട്രാ കൊണ്ടുപോകും നിങ്ങൾക്ക്. ഓക്കെ, ചില ഷോറൂമിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കമന്റ് ചെയ്യും, ഇതിന്റെ കമ്മീഷൻ കൂടി കൂട്ടിയിട്ടുള്ള വിലയല്ല അത്. നിങ്ങൾ ഈ പറഞ്ഞ ഷോറൂമിലൊക്കെ പിന്നെ OLX, പിന്നെ ഏതാ വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവരൊക്കെ അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചോ, അതിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് നമ്മളെ വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ വില ഞാൻ അറിഞ്ഞിട്ടല്ലാതെ പറയുന്നത്. എന്റെ കമ്മീഷൻ കൂട്ടിയില്ല വളരെ കമന്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ചാലഞ്ചിങ് ആണത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ ഇവിടുത്തെ OLX എടുത്ത് നോക്കാം. വണ്ടികളെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു 40,000-30,000 രൂപ കൂടുതലാണ് OLX-ലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും. നിങ്ങളൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നൊരു സാധനമാണിത്. സെലേറിയോ KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂർ വന്ന് കിടക്കാണല്ലോ. അതെ, ഇവിടെ ഒരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ ഒരു ക്രിസ്റ്റ ഉണ്ടായിരുന്നു, അവര് എക്സ്ചേഞ്ച് ചെയ്തതാ. അവന്റെ ഞാൻ എടുത്ത വണ്ടിയാ. അങ്ങനെ മൂപ്പരായിരുന്നു വാങ്ങിയതല്ലേ? ഓക്കെ, അപ്പോൾ വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഓട്ടോമാറ്റിക് സെലറിയോ എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡല്, 66 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, ഇതിന്മേലെ ഒരു ക്ലെയിം ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് മാറിയിട്ടില്ല? ഓക്കെ, കമ്പനി തന്നെ മാറിയതാ? അല്ല, അത് ഹിസ്റ്ററിയിലില്ല. പുറത്തുനിന്ന് അവർ മാറിയില്ല, പുറത്തുനിന്ന് മാറിയാണ്, ഹിസ്റ്ററി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്ററി ഇല്ലാത്ത സാധനങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ചെക്ക് ചെയ്യണം അല്ലേ? ഫിസിക്കലി വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതേപോലെ പെയിന്റോ കാര്യങ്ങളോ എന്തെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ നോക്കും, പേസ്റ്റിംഗ് നോക്കിയിട്ട് പിടിക്കാം. അതിൽ അപ്രോണൊന്നും പരിക്കൊന്നുമില്ല. ഇവിടെ ഇത് മാറിയുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. വേറെ കഴിഞ്ഞല്ലോ. അതെ. അപ്പോൾ ZXi ആണ്, അത് ഓർമ്മിക്കുക. VXiന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യാറ്. VXiയിൽ മാർക്കറ്റിൽ ZXi ഓട്ടോമാറ്റിക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് മിനിമം ഒരു 50,000 രൂപേന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? 50-60 വ്യത്യാസം ഉണ്ടാവും VXi ZXi ആയിട്ട്. ഇത് ZXi ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഒരു 13, 16, 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? എത്ര ചോദ്യം? എത്ര ഇത്? നമുക്ക് ലാസ്റ്റ് ഒരു 3,65,000 രൂപ കൊടുക്കാം.
365 2017 വെറും 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ZXi ഓട്ടോമാറ്റിക് സെലേറിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ബോണറ്റ് റീപ്ലേസ്മെന്റ് ഏകദേശം ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓണും കയറും. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ വിളിച്ചോ. നല്ലൊരു മെയിൻ്റനൻസ് കുറഞ്ഞ ഓട്ടോമാറ്റിക് വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് വാഗണർ ആണ്. KL46 ഗുരുവായൂർ വണ്ടി തന്നെ. ഇത് 1 ലിറ്റർ ആണോ 1.2 ആണോ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. ഏതാ മോഡല്? 2022 മോഡല്. ഓക്കെ, 22 VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വാഹനമാണ്. 1 ലിറ്റർ. നേരത്തെ നമ്മൾ സെലറിനെ കണ്ട പോലെ തന്നെ സെയിം സാധനം തന്നെ. VXi ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ആണ് ഇത്. പിന്നെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം ആണ്. കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് നമ്മൾക്ക് ആ ഒരു 5,35,000 രൂപ കൊടുക്കാം. 22 VXi ഓട്ടോമാറ്റിക് 5,35,000 അല്ലേ? 35,000. അതിൽ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഏകദേശം ഒരു 5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഒരു റീപ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി എല്ലാം കിട്ടും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് ഡെയിലി യൂസിന് പറ്റിയ പ്രീമിയം കാറാണ് എടുത്തത്. ഓഡി A4. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വണ്ടി ഇങ്ങോട്ടേക്ക് നമ്പർ ആയി കഴിഞ്ഞു. KL 54 നമ്പർ ആയി കഴിഞ്ഞു. നമ്പർ ആവാൻ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? 3,15,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഈ അടുത്ത നമ്പർ ആയത് ഒരു 7 മാസമായി. 7 മാസം മുന്നേ 3,15,000 രൂപ കൊടുത്ത് നമ്പർ ആക്കിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ റീവണ്ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ NOC പ്രൈസാണ് പറയുക പലരും. ആ NOCന്റെ കൂടെ ഈ 3,15,000 ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും 290 അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും അല്ലേ? അതും കൂടി കൂട്ടിയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2014-15 ഈ ഷേപ്പ് ഇറങ്ങിയുള്ളത്. ഓക്കെ, 14 ലാസ്റ്റ് 14 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന A4 S ലൈനാ? അതെ, S ലൈൻ ടോപ്പ് ആൻഡ് വാഹനമാണ് അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ 59,000 കമ്പനി സർവീസ്. ഇതുവരെ അപ്പൊ 60,000 സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാ. പീരിയോഡിക്കലി കറക്റ്റ് പോയിട്ടുണ്ടോ? 24,000 കിലോമീറ്ററിൽ സർവീസ് കഴിഞ്ഞു. പിന്നെ സർവീസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിത് ചെയ്തത്. അല്ല, അതല്ല, ഇപ്പൊ 50,000 അല്ലേ? ഇപ്പൊ 59,000. അത് പീരിയോഡിക്കലി കറക്റ്റ് പോയിട്ടുണ്ടോ സർവീസ്? ഇല്ല, 24,000 വരെ ഷോറൂമിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് സർവീസ് ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഷോറൂമിൽ കയറി കംപ്ലീറ്റ് സർവീസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെ മീറ്റർ ടാമ്പറിങ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന് അറിയാൻ പറ്റും. വണ്ടിയുടെ വൃത്തിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങള് ചെക്ക് ചെയ്തിട്ട് റീവണ്ടി നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കിലോമീറ്റർ ടാമ്പർ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോ അടുത്തൊരാളെ പരിചയപ്പെടുത്തിയിരുന്നു. ഡൽഹിയിലുള്ള ഒരാള് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവർ ഡൽഹിയിലാണ്. എന്നാലും അവർ പറഞ്ഞു വെച്ച അറിവ് വെച്ചിട്ട് ഇതിലൊക്കെ ടാമ്പറിങ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ മൊഡ്യൂൾ എന്തോ മനസ്സിലാവും. അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഓടിച്ചാലും അറിയാൻ പറ്റും ആ കിലോമീറ്റർ ഉള്ളതെന്നുള്ളത്. ഓക്കെ, ഒരു ലോഗിലൊക്കെ 18 മൈലേജ് കിട്ടാൻ ചാൻസുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്പർ ആയി കഴിഞ്ഞാൽ 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഓണറാ? ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ ആയിട്ടില്ല. എത്ര ചോദ്യം ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് 10,75,000 രൂപ കൊടുക്കാം. 10,75 കേരള നമ്പർ ആയി കഴിഞ്ഞ് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഓഡി A4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 3,15 നമ്പർ ആക്കാൻ വന്നതിന് 7 മാസം മുന്നേ. ആ വില ഒന്ന് കൂട്ടിയിട്ട് ഏകദേശം നമുക്ക് കോസ്റ്റ് ആണ്. എടുത്ത കോസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പൊ വേറെ വണ്ടിയുള്ള കാരണം കൊടുക്കാന്ന് മാത്രം. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. ലോണ് മാറിയ സ്ഥിതിക്ക് കിട്ടൂലേ? ലോൺ ഏകദേശം ഒരു 7 ലക്ഷം രൂപ കിട്ടും. 7-8 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അടുത്തതാ വോൾവോ ആണ്. വോൾവോയുടെ XC60 ആണ്. 5 സീറ്റർ ആണ്. XC90യിലേക്ക് പോകുമ്പോൾ 7 സീറ്റർ ആണ് അല്ലേ? ഇത് 5 സീറ്റർ വാഹനം. അതായത് D5. ഓക്കെ, D5 ആണ്. 5D എന്ന് പറയുമ്പോൾ കെറോന്റെ ക്യാമറ D5 ഫുൾ ഓപ്ഷൻ ആണ്. ഇതിപ്പോ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുന്നത് എന്താ വെച്ചാൽ സംഭവം പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അപ്പൊ പാർട്ടിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. നമ്പർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും. നിങ്ങൾ ജെനുവിനായിട്ട് എടുക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ എന്തായാലും വിട്ടുകൊടുക്കാം. ഏതാ മോഡൽ ഇത്? 2014 ലാസ്റ്റ് വണ്ടി. ഓക്കെ, 1,05,000 കിലോമീറ്റർ. കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. 1.5 ഓടിയ വോൾവോ XC60 ആണ്. നമ്മൾ നേരത്തെ കണ്ട ഓടിയനെ പോലെ ഒന്നുമല്ല. അത്യാവശ്യം സർവീസ് കോസ്റ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ വണ്ടിക്ക് പണി വരുന്നതല്ല, എടുക്കുന്ന ഇത് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ സാധാരണ അപേക്ഷിച്ചിട്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഇതിപ്പോ ഫുള്ള് കമ്പനി സർവീസ് ആയിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് കമ്പനി സർവീസ് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ കാരണം ഇപ്പൊ ഓൾവേൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഇവിടെ നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ കൊണ്ടുപോയിട്ടാണ് സർവീസ് ചെയ്ത് കൊണ്ടുവരല്. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല.
ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഷോക്കപ്പ് ചെറിയ വീക്ക് ഉണ്ട്, ബാക്കിലത്തെ ഷോക്കപ്പ് വീക്ക് ഉണ്ട്. അത് ഓടിക്കുമ്പോ അറിയണമെന്നില്ല, നമ്മള് പറഞ്ഞെന്ന് മാത്രം. അത് കസ്റ്റമറോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ നമ്മള് പ്രേക്ഷകരോട് പറയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അല്ലേ? അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതുപോലെ ചെറിയൊരു ടച്ചപ്പ് ഉണ്ട്, അത് ചെയ്തു തരാം. എന്തായാലും D5 ആണ്, ഫുൾ ഓപ്ഷൻ വാഹനം, 14 മോഡൽ, ഒറിജിനൽ കേരള വോൾവോ XC60, 1,05,000 കിലോമീറ്റർ ഓടിയ, സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന, 2 വർഷം മുമ്പ് വരെ ഫുൾ സർവീസ് പോയ വണ്ടിയാണ്. പിന്നെ ഈ ഒരു കാരണമാണ് അവിടെ വർക്ക് ചെയ്ത പയ്യൻ തന്നെയാണ് പുറത്ത് തുടങ്ങിയത്. ഞാൻ നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു ചെക്ക് ചെയ്യാം. എന്തായാലും പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് ഷോറൂമിൽ നിന്ന് ഒരു കിറ്റ് കയറ്റിയിട്ടുണ്ട്, എക്സ്ട്രാ പവറിന്റെ കിറ്റ് കയറ്റിട്ടുണ്ട്, പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. പോൾസ്റ്റാർ അല്ലേ? പോൾസ്റ്റാറിന്റെ ഒരു 4 ലക്ഷം രൂപ ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ അത് വണ്ടി ഓടിച്ചാൽ അറിയാൻ പറ്റും, പവർ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം ഓടിച്ച് പരിചയിച്ചവർക്ക് ചെറിയ വ്യത്യാസമല്ല കേട്ടാ, നല്ല വ്യത്യാസം. മൈലേജിൽ അത്രയും മൈലേജ് ലോങ് യാത്രയിൽ 15 ഷുഗർ കിട്ടുന്നുണ്ട്, ലോക്കലിൽ 13 കിട്ടുന്നുണ്ട് പറഞ്ഞു. എത്ര ചോദ്യം എത്ര ഇപ്പോ ലാസ്റ്റ് പറഞ്ഞാൽ മതിയല്ലോ, കസ്റ്റമർ പറഞ്ഞാൽ ലാസ്റ്റ് റേറ്റ് പറയാം. 14,90,000 രൂപ കസ്റ്റമർ കൊടുക്കും. ഓക്കെ, 14,90 നിങ്ങൾക്ക് ഈ ഒരു XC90 കൊണ്ടുപോകാം. 2015 മോഡലോട്ട് 14 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, 14 ലാസ്റ്റ് വണ്ടി, 14,90 നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാം. സർവീസും എല്ലാം പക്ക പോയ വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ, വേറെ ഒന്നും ചെയ്യാനില്ല, നമ്പർ ആക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. അന്ന് ഇറങ്ങുമ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം 54-55 ലക്ഷം രൂപ വില വരും. അപ്പോൾ താല്പര്യമുണ്ട് എന്നാലും വിളിച്ചോ. അടുത്തതാ ഹ്യുണ്ടൈ വെന്യൂ KL 54 രജിസ്ട്രേഷൻ വരുന്ന വാഹനം, ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഏതാ മോഡല്? 2020-21 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, SX ഓപ്ഷനിലാണോ അതോ XS ഓപ്ഷനിലാണ്? 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാ വണ്ടിയിലും മാൻഡാറ്ററി ആയി. അന്നത്തെ വണ്ടി നോക്കുകയാണെങ്കിൽ കിട്ടൂല, ഓപ്ഷൻ കുറേ കിട്ടൂല. അപ്പോൾ ഓട്ടോ എത്ര? ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 75 കിലോമീറ്റർ, 75,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, 2020 വണ്ടി. അപ്പോൾ മൈലേജ് ഒരു 10-14 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം, ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇതില് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഒരു ഡോറാണ്, ഗ്ലാസ് മാറി, ചെറിയ സ്ക്രാച്ചിൽ മാറിയുള്ളതാണ്. ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലത്തെ ഡോറാണ് കേട്ടോ. ബാക്കിലത്തെ ഡോർ അല്ല? ഓക്കെ, അത് ഫോട്ടോക്കാര് ചോദിച്ചാൽ ഷോറൂമിൽ പുതിയ ഡോർ വെച്ച് കൊടുത്താൽ. ഓക്കെ, എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്കൊരു 7,300 കൊടുക്കാം. 7,75,000 രൂപയ്ക്ക് 2020 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വെന്യൂ ആണ്. സിംഗിൾ ഓൺഷിപ്പ് അല്ല പറഞ്ഞത്? സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം. ലോൺ ഒരു 7 ലക്ഷം വരെ കിട്ടുമോ? 7 ലക്ഷം കിട്ടും. അടുത്തതാ ഒരു സ്വിഫ്റ്റ് ആണ്, KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. നമ്മൾ ബ്രോസ്കാസ് തുടങ്ങിയ സമയത്ത് ഈ ഷോറൂം അല്ല കേട്ടോ, ആദ്യം ബ്രോസ്കാസ് എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഹൈവേ സൈഡിൽ. അവിടെ ഫസ്റ്റ് നമ്മളാണ് വീഡിയോ എടുത്തത് അല്ലേ, ടീംടെക്കാണ്. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്വിഫ്റ്റിന്റെ ഒരു ചാകരയായിരുന്നു. സ്വിഫ്റ്റ് ഇങ്ങനെ നിരത്തിയിട്ടേക്കും, ഷോറൂമിൽ ഏത് ഭാഗത്ത് നോക്കിയാലും സ്വിഫ്റ്റ്, അത്രയും സ്വിഫ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അന്ന് നമ്മളൊരു വീഡിയോ സ്വിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ടൊക്കെ വെള്ളമൊക്കെ അടിക്കും. ഇപ്പൊ കഥ മാറി. ഇപ്പൊ എത്ര ഷോപ്പൊക്കെ തുറക്കാൻ വരുമ്പോഴേ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പ് തുറക്കാൻ വരുമ്പോ ആൾക്കാർ നിരന്നു നിൽക്കും. ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ മൊത്തത്തിലെല്ലാം മാറി, ആള് നിരന്ന് നിൽക്കുന്നില്ല, നമ്മൾ തുറക്കേണ്ടി വരും, ആൾക്കാർ വിളിച്ച് കയറ്റേണ്ടി വരും. അതെ, അതാണ് അവസ്ഥ, മൊത്തത്തില് മാറി. അപ്പൊ അങ്ങനത്തെ സ്വിഫ്റ്റ് കിട്ടിക്കൊണ്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഇപ്പൊ ഒരു സ്വിഫ്റ്റ് ഉണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഓട്ടോമാറ്റിക്, 52,000 കിലോമീറ്റർ ഓട്ടം, വേറെ റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി. 22 VXI ഓട്ടോമാറ്റിക്, മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ബാക്കി പുഷ് ബട്ടൺ ഉണ്ടാവില്ല അല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് വരുന്ന വാഹനമാണ്. പിന്നെ VXI MT ഓട്ടോമാറ്റിക് ആണ്. ഒരു 14-17 വരെയൊക്കെ മൈലേജ് എന്തായാലും കിട്ടൂല അല്ലേ? നോർമൽ വണ്ടിയാണ് 18-20 കിട്ടിയാനെ. ഇപ്പൊ ഒരു 17-18 വരെയൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയല്ല. വണ്ടി വന്നിട്ടുള്ളൂ, വണ്ടിയിൽ നിന്ന് പോളിഷ് ചെയ്യാണ്ട്, വേറെ വർക്കൊന്നുമില്ല. എത്ര ചോദ്യം? എത്ര ഇപ്പോ? നമുക്കൊരു 6,55 കൊടുക്കാം ലാസ്റ്റ്. 6,55,000. എന്നാ പിന്നെ അത് 50 ആയിക്കണം. പറ്റുമോ? 60 ആക്കാൻ പറ്റും. അല്ല, ഇതൊന്ന് ഇറങ്ങുന്ന സമയത്ത് എത്ര? 8.5. ആ റേഞ്ച്. VXI ഓട്ടോമാറ്റിക് കിട്ടില്ലല്ലോ ഇപ്പൊ. ഇതിനാ ഡിമാൻഡ്. ഇത് 4 സിലിണ്ടർ അല്ലേ, ഇപ്പൊ ഇറങ്ങുന്ന 3 സിലിണ്ടർ ആണ് വണ്ടി. ഇതിനെ ചോദിച്ചിട്ട് അധികം വരണം. ഇപ്പൊ വേറെ വണ്ടി ഇപ്പൊ ഇന്നലെ ഞാൻ കൊടുത്തു, അതിപ്പോ വീഡിയോയിൽ കാണിക്കാത്തത് കാരണമായിരുന്നു. അത് 2023 കൊടുത്തത് 6,90,000 രൂപക്ക്. അല്ല, മാരുതിന്റെ ഡിപ്രിസിയേഷന്റെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ ഇത്രയും അല്ലേ, 3 വർഷം കൊണ്ട്. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ലോൺ എത്ര? ഒരു 6 ലക്ഷം രൂപ കൊടുക്കാം. അടുത്തതാ ഫിയറ്റിന്റെ ഉണ്ടോ KL
2008 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഞാൻ പെട്ടെന്ന് അപാർത്തെന്ന് കണ്ടിട്ട് ഞാൻ വെച്ചാൽ അപാർത്താണോ? അപാർത്തല്ല, ഫുള്ളോ ആണ്. 1.3 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ വരുന്ന വാഹനം. അതായത് ഫിയറ്റിന്റെ ഈ എഞ്ചിനാണ് ഒരുമാതിരി എല്ലാ വാഹനങ്ങളിലും കൊടുത്തോണ്ടിരുന്നത് അല്ലേ, ഡീസൽ എഞ്ചിനിൽ. ഓക്കെ, സ്വിഫ്റ്റിലായിക്കോട്ടെ, ടാറ്റയുടെ വെസ്റ്റ, ഇതൊക്കെ ഈ എഞ്ചിനാണ്. നല്ല മൈലേജ് ഉണ്ടാവും, പവറും ഉണ്ടാവും. ഒരു ഹലോ 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 ഉള്ളവരെ കമ്പനി ചെയ്തിട്ടുണ്ട്, കുറെ കമ്പനി ചെയ്തിട്ടുണ്ട്. അല്ല ഇപ്പൊ ജീപ്പിന്റെ ജീപ്പൊന്നുമില്ല. അതെ അതെ. ഓക്കെ, സർവീസ് വണ്ടി ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു 100 കിലോമീറ്റർ ഓടിച്ച്. പിന്നെ സിംഗിൾ ഓൺഷിപ്പാണ്, വേറെ പെയിന്റ് കയറിയ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ആ ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി. അതെ, സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. എഞ്ചിൻ വൈസ് പേടിക്കണ്ട, പലതിലും പരീക്ഷിച്ച എഞ്ചിനാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്ലെയിം റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം എത്രയാ? ലാസ്റ്റ് നമുക്ക് 2,000 രൂപ കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഫിയറ്റ് പൂണ്ടോ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ലോണും കാര്യമൊന്നും കിട്ടൂല, കമ്പനിയെല്ലാം നിർത്തിപ്പോയതാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും കിട്ടൂല, ഒന്നും നോക്കണ്ട. വണ്ടി താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചു. അടുത്തത് ബലേനോ ആണ്, KL 46 ഗുരുവായൂർ വണ്ടി തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 സിംഗിൾ ഓണർഷിപ്പ്. ഇത് സിഗ്മയാണ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഓക്കെ, ചെയ്താ? അല്ല, ബാക്കിൽ ചെയ്താണ് ഷോറൂമിൽ നിന്ന്, ഫ്രണ്ടിൽ ഉണ്ടെണ്ണം. ഫ്രണ്ട് 2 ഡോർ 4 ബോക്സിൽ തന്നെ ഉണ്ട്, 4 ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കമ്പനി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാ. 49 ഓട്ടം 49,000 കിലോമീറ്റർ ഓടി. 2021 മോഡൽ സിഗ്മ പെട്രോൾ ബലേനോ ആണ്, മാനുവല്. മൈലേജ് ഒരു 13-15 ആ റേഞ്ച് കിട്ടും, 15-16 വരെ കിട്ടും. എത്ര ചോദ്യം എത്ര ഇപ്പോൾ? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5,35 കൊടുക്കാം. 5,35,000 രൂപയ്ക്ക് ഒരു ബലേനോ കിട്ടും. ഓക്കെ, വലിയ ഓട്ടോ 5 ലക്ഷം വരെ ലോണും കിട്ടും. 5 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, 35,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയ വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പഴകം തോറും വീരം കൂടുന്നതായിട്ടാണ് എടുത്തത്. എറ്റിയോസ് ലിവ KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്, മലപ്പുറം ജില്ല. ഇതെങ്ങനെയാ? 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 60,000 കിലോമീറ്റർ ഓട്ടം. ഡീസലോ പെട്രോളോ? പെട്രോള്. ഏത് ഓപ്ഷൻ? വി. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിൽ തന്നെ അലോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. VX ആണ് ടോപ്പ് വരിക. ഓക്കെ, 19 അല്ലേ? പെട്രോള് വാഹനമാണ്. മൈലേജ് ഒരു 11-15 ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഡീസലാണെങ്കിൽ നല്ല മൈലേജും കിട്ടിയാൽ പവറും കിട്ടിയാൽ കുറച്ച് കംപ്ലൈന്റ് ഉണ്ടാവില്ല, ഒരുപാട് കാലം കൊണ്ടുനടക്കാം. സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 10 കൊല്ലമായാലും അതേപോലെ ഉണ്ടാവും, അങ്ങനെ തന്നെ ഉണ്ടാവും. വിലയും കുറയില്ല അല്ലേ? അതങ്ങനത്തെ ഒരു സാധനം. ഓക്കെ, എത്ര ചോദ്യം? ഇതിന്റെ ചെറിയ റീപ്ലേസ്മെന്റ് വെച്ചാൽ ഗ്ലാസ് കല്ലടിച്ചിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, 9 ഗ്ലാസ് കല്ലടിച്ചതിന്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ കല്ലടിച്ചെന്ന് നമ്മൾ പറയണ്ട, കല്ലടിച്ചല്ല അവരങ്ങനെ പറഞ്ഞേ. ഇതിൽ ബോണറ്റ് ഒന്നും മാറി കാണില്ല, ഒന്നും വേറെ ഉള്ള കാര്യം അതാണുള്ളൂ. അതിന്റെ റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. എത്രയാ ചോദ്യം? ഏകദേശം ഇപ്പൊ ഒന്നും മാറാത്ത വണ്ടിയാണെങ്കിൽ ഒരു 5,500 മാർക്കറ്റ് ഉണ്ട്. 4,3 കൊടുക്കാം. 4,75,000 രൂപയ്ക്ക് 19 മോഡൽ പെട്രോൾ മാനുവൽ വി ഓപ്ഷൻ വരുന്ന ഈ ഒരു എറ്റിയോസ് ലിവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടി. കസ്റ്റമറിന്റെ പ്രൊഫൈൽ കറക്റ്റ് ആയിരിക്കണം, അതില്ലാണ്ട് പറ്റൂല. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് ഇടക്കിടക്ക് പറയാനായിട്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹ്യുണ്ടാ സാൻഡ്രോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ വണ്ടി ആയിരിക്കും ഇത്. വില കുറവിൽ കിട്ടുന്നത്. ഓക്കെ, KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. ഒരു നാനോ ഉണ്ട് അല്ലേ? അല്ലെ വിലൊക്കെ ചെയ്ത നാനോ ഉണ്ട്. അതുകൊണ്ട് കേട്ടോ വേണമെങ്കിൽ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല്, 2 ഡോർ പവർ വിൻഡോ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. നല്ല വണ്ടിയാ, ഒരു പ്രായമുള്ള ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഓക്കെ, 13 ഓണർഷിപ്പ് എത്രയാ? സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നല്ല വില കൂടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി മഞ്ഞ് കൊണ്ടായാലും ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പെട്രോൾ ഓടിക്കാം. അത്യാവശ്യം ഡ്രൈവിംഗ് പഠിക്കാനും പിന്നെ ഫാമിലി പർപ്പസിനും എല്ലാം പറ്റിയ വണ്ടിയാണ്, കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. നിലവിൽ നിങ്ങൾ മെക്കാനിക്കൽ വർക്കോ ഒന്നുമില്ല, എല്ലാം ക്ലിയർ അല്ലേ? എത്ര ഇതിന്റെ ചോദ്യം എത്രയാ? പിന്നെ 2013 വണ്ടിയാണ്. ആ ഒരു ഇതില് 13 മോഡൽ. അപ്പൊ പേപ്പറൊന്നും ആവാനായിക്കില്ലേ? 2 വർഷം ഇനിയുണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര ചോദ്യം? നമുക്കൊരു 1,30 കൊടുക്കാം.
1,30,000 രൂപയ്ക്ക് 2013 സാൻഡ്രോ നിങ്ങൾക്ക് കൊണ്ടുപോകും. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ കയറുമോ സാൻഡ്രോയിൽ? ഇല്ല ചാൻസ് ഇല്ല അല്ലേ? ഓക്കെ, ഇത് കുറേ മുമ്പേ നിർത്തിയ മോഡലാണ്, അതുകൊണ്ടാണ് കയറാത്തത് അല്ലേ? അപ്പോൾ ബ്ലോക്സ് കാസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വണ്ടികൾ കാണിക്കാത്തുണ്ട്, വിളിക്കാം. എല്ലാം കൂടി എപ്പിസോഡ് വലുതാക്കാൻ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. എന്താണ് കണ്ടീഷൻ കറക്റ്റ് പറഞ്ഞത് തരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ தான் വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ വിട്ടുകൊണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക. പണ്ടൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ, ഒരു 4 വർഷമൊക്കെ മുന്നേ വീഡിയോ ഇട്ടാൽ 5 മിനിറ്റ് കൊണ്ട് 100 ലൈക്കൊക്കെ കിട്ടുക. ഇപ്പൊ കിട്ടുന്ന വെച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 30 ലൈക്കൊക്കെ ഉണ്ടാവും. അതവസ്ഥ. ഓക്കെ, ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്ക് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു.